ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് നമുക്കൊരു ഒരു ഒരു കാര്യം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അതെനിക്ക് വേണം എന്നൊരു ദൃഢനിശ്ചയത്തോടുള്ളൊരു കാര്യമാണെങ്കിലോ അല്ലേ, അതിന് പിന്നെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു കാര്യമാണ് എൻ്റെ ഡ്രൈവിംഗ് പഠനം. എൻ്റെ ഡ്രൈവിംഗ് പഠനം ഞാൻ തുടങ്ങുന്നത് ഡിഗ്രി ആ ടൈമിലായിരുന്നു. അത് ആ ടൈമിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ ബി എഡൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ സ്കൂളിൽ ജോലിക്ക് കയറിയപ്പോൾ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും തമ്മിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവിംഗ് പഠിച്ചു. അന്നും ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, നിർത്തി. അതായത് ഓർക്കണേ, എനിക്ക് ഡേറ്റ് കിട്ടി, എൻ്റെ ഏകദേശം ഞാനെല്ലാം എടുക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാം ഏകദേശം കവറായ ശേഷമായിരുന്നു പിന്നീട് എനിക്കിത് പോകാൻ പറ്റാണ്ടായി. എൻ്റെ കൂടെ ഡ്രൈവിങ്ങിന് വന്ന ബാക്കി 2 പേർക്കും ലൈസൻസ് കിട്ടി. ഒന്ന് ആലോചിക്കണം, നമ്മുടെ ലൈഫിൽ ചില സമയങ്ങൾ നമ്മൾ ഒരുമിച്ച് പോയിട്ട് നമുക്ക് കിട്ടാതാവുന്നൊരു വിഷമം. വലിയ ഫെയിലിയറൊന്നും അല്ലെങ്കിലും പിന്നെ ഞാനത് വിട്ടു. എനിക്ക് 2 മക്കളായി. അതിൻ്റെ തിരക്കിലും പിന്നെ കോവിഡ്, പിന്നെ വീട്ടിലെ പല സാഹചര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം കാരണം ഞാൻ അത് വിട്ടു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഡ്രൈവിംഗ് വേണ്ടൊരു കാര്യമായിരുന്നു. എനിക്കത് അത്യാവശ്യമാണ്. കാരണം എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കാനും അവൻ എന്നോട് പലവട്ടം അമ്മ കൊണ്ടാക്കി തരൂ, അല്ലെങ്കിൽ അമ്മ നമുക്ക് അവിടെ പോകാം, അങ്ങനെ പലവട്ടം പറയുമ്പോഴും ഡിപ്പെൻഡിങ് കൂടി. എനിക്ക് അച്ഛനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ട് ഓട്ടോക്കാരടുത്ത് പോയാൽ നമുക്ക് പല സ്ഥലങ്ങളും നിർത്തി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ കുറേ സാഹചര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു, ഓൾറെഡി എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമുള്ളതാണല്ലോ അത്. ആദ്യം തൊട്ടേ കുറേ ശ്രമിച്ചിട്ടും അപ്പോൾ ഇനി ഒന്നും കൂടി ട്രൈ ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി ജോയിൻ ചെയ്യണം. ഇത്തവണ ഞാൻ ആരോടും പെർമിഷൻ ചോദിച്ചില്ല, ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല. അതിനൊരു വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ അയൽവക്കത്ത് 2 പേര്, അവർ ഡ്രൈവിംഗ് നന്നായിട്ട് അറിയുന്നവരാണ്. അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചു, നിനക്ക് പഠിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ സ്കൂട്ടി ഉണ്ടായിരുന്നു. സ്കൂട്ടി ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് പഠിക്കുന്ന ആ ടൈമിൽ തന്നെ വാങ്ങി, പിന്നെ അത് ഉപയോഗിക്കലില്ല. അത് പിന്നെ അങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. പലർക്കും ഞാൻ ഡ്രൈവിംഗ് കൊടുക്കുമായിരുന്നു, കാരണം ഞാൻ അത് ഉപയോഗിക്കില്ലല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു, എന്നാൽ പോയി പഠിച്ചാലോ എന്ന്. അങ്ങനെ ഞാൻ പഠിച്ചു. എനിക്ക് ലൈസൻസ് കിട്ടി. ഇനി ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടൊരു കാര്യം ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പേടിയുണ്ടാവും, പ്രശ്നമുണ്ടാവും, നമുക്ക് ചിലപ്പോൾ വണ്ടി ഓഫായി പോവും, വല്ലാതെ നമുക്ക് എന്താ പറയുക, വിറയൽ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും എനിക്കുണ്ട്, ഞാൻ മാറിയിട്ടൊന്നുമില്ല ഇന്ന്. പക്ഷേ ഞാൻ 2 കൽപ്പിച്ച് വണ്ടി എടുക്കും. എനിക്ക് ഉറപ്പാണ്, എൻ്റെ കയ്യിൽ ബ്രേക്ക് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഹോണുണ്ട്, ഇത് രണ്ടും ഞാൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഉറപ്പോട് കൂടിയിട്ട് ഞാൻ പലപ്പോഴും വണ്ടി എടുക്കുക. ചിലപ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആയിക്കാൻ പോവാം, കാര്യമില്ല. കാരണം ഞാൻ പഠിക്കുകയാണെങ്കിൽ ഈ സ്ലോവെങ്കിൽ പോയാൽ എനിക്ക് റോഡ് പരിചയമാവുള്ളൂ, അല്ലെങ്കിൽ റോഡിൽ നിന്നുള്ള എനിക്ക് ഭയം മാറുള്ളൂ എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ഞാൻ യാത്ര ചെയ്യുക. ഞാൻ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ നോക്കാറില്ല. എൻ്റെ ഈ പഠന സമയത്ത് ഓവർടേക്ക് ചെയ്യാൻ നോക്കാറില്ല. ഒരു വണ്ടി ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നിശ്ചിത ഗ്യാപ്പിട്ട് നിർത്താൻ ഞാൻ ശ്രമിക്കലുണ്ട്. ഒന്നും ഓഫായെന്ന് വെച്ചിട്ട് ഞാൻ പേടിച്ച് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ ചീത്ത പറയുമെന്നൊന്നും ഞാൻ വിചാരിക്കാറില്ല. ഓഫായിക്കോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ പല സാഹചര്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പം അങ്ങനെ ഒരുപാട് സമയത്ത് ഞാനിങ്ങനെ ചെയ്തിട്ടാണ് അതായത് ഞാൻ വളരെ നന്നായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാനിപ്പോഴും എല്ലാം വെച്ചിട്ട് ഞാൻ വണ്ടി ഓട്ടുന്നത്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് അതവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ പേടി വെച്ചിട്ട് ആരും കൂടെ ഇല്ലല്ലോ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഉറപ്പായിട്ടും ഞാൻ ഓൾറെഡി പറയുന്നു, ഞാൻ നല്ലൊരു ഡ്രൈവറല്ല. നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാൻ മാത്രമുള്ളൊരു സ്കില്ലുകളൊന്നും എനിക്കില്ല. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പേടി അത് മാറ്റി വെച്ചേ പറ്റുള്ളൂ. അത് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രമിക്കുക. ചില കാര്യങ്ങൾ, നമ്മുടെ ഒരു ഹോണുണ്ട്, നമ്മൾ വളവ് തിരിയുമ്പോഴോ അല്ലെങ്കിൽ മുന്നിലൊരു വാഹനം വരികയാണെങ്കിലോ നമ്മൾ ഓവർടേക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഹോൺ അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് തീരെ പറ്റില്ല നമുക്ക് ബ്രേക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വണ്ടി ഓട്ടുന്നത്. ഒരിക്കലും ഞാൻ നിയമം തെറ്റിക്കില്ല എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാറിയോ വണ്ടി ഓട്ടുക. ഞാൻ നിയമം തെറ്റിക്കില്ല. ഒരു നിശ്ചിത അകലത്തിൽ അല്ലെങ്കിൽ നിശ്ചിത സ്പീഡിൽ മാത്രമേ ഞാൻ വണ്ടി ഓടിക്കുള്ളൂ എന്ന് മാത്രം. ഞാൻ 3rd ഗിയർ അല്ലെങ്കിൽ 4th ഗിയർ മാത്രം ഞാൻ ഇടാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാറുമില്ല. ഒരു 60 എബോവ് സ്പീഡിൽ ഞാൻ പോകാറുമില്ല. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ, ആ ലെവലിൽ മതി എന്ന് വിചാരിക്കും. പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്സിൻ്റെ വീട്ടുകാരും അവരൊക്കെയാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ വരലുണ്ടായിരുന്നു. പഠിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ ഇവരൊക്കെ എൻ്റെ കൂടെ. ഇപ്പോൾ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജീവിതത്തിൽ നമുക്ക് ഡ്രൈവിംഗ് അല്ലെങ്കിൽ വേറെ എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിച്ചെടുക്കാൻ നമ്മൾ പരമാവധി പ്രയത്നിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.